നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിലും അതല്ലെങ്കിൽ ലോകം മുഴുവനും ജനാധിപത്യം വരുന്നതിനും അതോടൊപ്പം തന്നെ ഉള്ള മാനുഷിക മൂല്യങ്ങളും ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, തുല്യത, ജനാധിപത്യം എന്നിവ കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനുഷ്യരായ എല്ലാവരും അതിലാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ പല വിശ്വാസ പ്രമാണങ്ങളും നമ്മളെ വഴിതെറ്റിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ മറ്റു ചില സങ്കുചിതമായ താല്പര്യങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും നോക്കുകയും അതോടൊപ്പം തന്നെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയും ചെയ്ത് അവസാനം അവർ ഭൂരിപക്ഷത്തിലെത്തുമ്പോൾ നമ്മൾ ചതിക്കുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പൊതുജീവിതത്തിലും സാമൂഹ്യ മേഖലകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെ നമുക്കറിയാവുന്നതുപോലെ 65% ഇസ്ലാം വിശ്വാസികൾ ഉള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യം ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ, നമ്മുടെ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും അങ്ങനെ ത്രിതല പഞ്ചായത്ത് ഭരണതലങ്ങളിലേക്കുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഒപ്പം 2026 കേരളം ആര് ഭരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു നിയമസഭാ ഇലക്ഷനുള്ള ഇലക്ഷനും കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. വളരെ അടുത്താണ്, ഇലക്ഷനുകളാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവിടെ ആരാണ് ജയിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ജയത്തിനെ ഇപ്പം തന്നെ ഞാൻ തുടക്കത്തിലേ പറയുകയാണ്, ഈ ജയം കേരളത്തിൻ്റെ ജനാധിപത്യം, ഇപ്പോൾ ആര് ജയിച്ചാലും ജനാധിപത്യത്തിൻ്റെയോ അതല്ലെങ്കിൽ അവിടുത്തെ കേരള ട്രെൻഡിനെ ഒരിക്കലും 2025 ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയാലും നിയമസഭ ഇലക്ഷൻ ആയാലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു പ്രത്യേക സമുദായം, 65% ഇസ്ലാമിക വോട്ടുകളുള്ള നിലമ്പൂർ മണ്ഡലത്തിലാണ് ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാവുന്നതാണ്. അതിലൊരു വ്യക്തി നമുക്കറിയാം, ഇടതുപക്ഷത്ത് നിന്ന് സ്വരാജ്, തൃപ്പൂണിത്തറയിൽ ബാബുവിനോട് തോറ്റ സ്വരാജാണ് നിൽക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു സുഡാപ്പിയേക്കാളും അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനേക്കാളും കൂടുതൽ അറബികളെയോ ഇസ്ലാമിനെയോ പ്രീണിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ഡബിൾ സുഡാപ്പിയാണ് ഈ സ്വരാജ്. ആ സ്വരാജ് പോലും ഒരു കാഫിറാണെന്നുള്ള കാര്യം സ്വരാജ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് വേണം നിലമ്പൂർ പോകാനായിട്ട്. കാരണം 65% അവിടെ ഇസ്ലാമിക വോട്ടാണുള്ളത്. അപ്പോൾ സ്വരാജ് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. പിന്നെ ഒരു കളി അവിടെ കളിച്ചിരിക്കുന്നത്, സംഘികളിൽ മഹാനായ സംഘി ശ്രീമാൻ പിണറായി വിജയൻ കളിച്ച കളിയാണോ ആരാണ് കളിച്ചിരിക്കുന്നത് അറിയില്ല. അവിടെ അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവ്, കോൺഗ്രസ് കഴിഞ്ഞ് ലീഗിൻ്റെ പടിക്കൊട്ടി, സാദിഖ് അലി തങ്ങളുടെ പടിക്കൊട്ടി, അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ പടിക്ക് കൊട്ടി അവിടെ നിന്നൊരു UDF കയറി പറ്റാനായിട്ടുള്ള മോഹവുമായിട്ട് നടക്കുന്ന ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടുപോകുന്ന അൻവർ. അപ്പോൾ അൻവർ ഉണ്ട് അവിടെ. പിന്നെ ഉള്ളത് SDP സ്ഥാനാർത്ഥി സാദിഖ് നടുത്തോടി. അവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. SDPI PFI പോലെയുള്ള അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിക സംഘങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. കാരണം അവരുടെ കോട്ട, ഇന്ത്യയിൽ തന്നെ അവരുടെ കോട്ട ഇതാണ്. നമുക്കറിയാം, ഇസ്ലാമിക സഹോദരങ്ങൾ സംഘടിതമായിട്ട് എത്ര തീവ്രമാണോ, അവരുടെ അത്ര ക്രൂരമാണോ തീവ്രമാണോ അവരുടെ നിലപാടുകൾ, ഈ ഇവക സംഘടനകളാണ് അരിയും മലരും കുന്തിരിക്കും ഒരുക്കി വെച്ചോന്ന് തെക്ക് വന്ന് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും. പിന്നെ മണ്ടന്മാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളായതുകൊണ്ട് അങ്ങോട്ട് കുത്തി കൊടുക്കുന്നത് കൊണ്ട് മതേതരത്വം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കുത്തി അവന് തന്നെ അടിമപ്പെടാവുന്ന രീതിയിൽ തലചാഴ്ത്തി കൊടുത്ത് അടിമയാവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് കുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവർ അടിമയാവാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. ജനാധിപത്യത്തിലോ അവർക്ക് അറിയിട്ടില്ല. കാരണം കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും. അപ്പോൾ ഈ SDP എല്ലാ വീടുകളിലും കയറി ആർക്കെ കുത്തുണ്ടെന്ന് പറയാം. അവർക്ക് അവിടെ പാർട്ടി ഇടത് വലത് BJP ഒന്നും ഇല്ല. അവിടേക്ക് ഒരു SDP പറയും ആർക്ക് കുത്തണമെന്ന്, അത് അവരിത് ചെയ്യും. കാരണം ഒപ്പം തന്നെ ഇതിലുള്ളത് അൻവർ മത്സരിക്കുന്നുണ്ട് തൃണമൂലിൻ്റെ ബാനറിൽ. വേറെ ആര്യാടൻ ഷൗക്കത്ത്, അതായത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ്
UDF പ്രതികരിച്ച് അവിടെ ഇത് ചെയ്യുന്നത്. പക്ഷേ അൻവർ കുറേ വോട്ട് കൊണ്ടുപോകും, അൻവർ കുറേ വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുണ്ട്. അപ്പം ഈ സുഡാപ്പികൾ തമ്മിലൊരു ഭിന്നിപ്പുണ്ടാകും. SDP നടുതോടി കുറേ വോട്ട് പിടിക്കും, സാദിഖ് നടുത്തോടി. പിന്നെ ഈ 3 സുഡാപ്പികൾക്കിടയിലാണ് വലിയ സുഡാപ്പികളുടെ ധീരനായ കാഫിറായ സുഡാപ്പി വന്നിട്ട് ഈ സ്വരാജ് വന്നേക്കണേ. അപ്പോൾ ഇവർ 3 ആൾക്കാർ 3 സുഡാപ്പി ഭിന്നിക്കുന്ന സമയത്ത് കാഫിർ സ്വരാജ് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നൊരു വിഷയം. അപ്പോൾ കാഫിറായ സ്വരാജിന് എത്ര വോട്ട് കിട്ടുന്നുള്ളത് അതിപ്രാധാന്യമാണ്. പിണറായി എന്ന സംഘമിത്രം ഇടതുപക്ഷത്തിൻ്റെ വലിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്ന പിണറായി എന്ന സംഘമിത്രം കളിച്ച കളിയാണ്. അത് കേരളത്തിനോട് പറയുന്ന കുറേ കാര്യങ്ങൾ. സ്വരാജ് എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തോട് കുറേ കാര്യങ്ങൾ വിളിച്ച് പറയും നിങ്ങളോട്. അത് കേൾക്കേണ്ട ആൾക്കാരാരാന്ന് പറയട്ടെ. മതേതരത്വം, ഹിന്ദു ക്രിസ്ത്യാനി 75% വരുന്ന കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം ആ വോട്ടിംഗ് പാറ്റേൺ എത്രയാണെന്നുള്ളത്. സ്വരാജ് കാഫിറായ സ്വരാജ് ജയിക്കട്ടെ എന്നാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളിലോ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഉഡായിപ്പ് രീതികളിലോ വിശ്വസിക്കുന്നില്ലെങ്കിലും സ്വരാജ് എന്ന കാഫിർ എത്ര വോട്ട് പിടിക്കുമെന്ന് കാണാൻ എനിക്ക് വളരെയധികം അതിയായ മോഹമുണ്ട്. ആ വോട്ട് പിടിച്ചതിന് ശേഷം, അതായത് ഇസ്ലാമിക സഹോദരങ്ങൾ നിങ്ങൾക്ക് മതമില്ല, മതേതരത്വമുണ്ട്, തുല്യതയുണ്ടെന്നൊക്കെ പറയുന്നവർ ഒരു കാഫിറിന് വോട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കാണണം. അവിടെയാണ് നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു വളരെ അതിസൂക്ഷ്മമായിട്ട് കേരളം നോക്കി കാണുന്നത്. അത് 2025-ലും 2026 ഇലക്ഷനിലും നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് സംസാരിക്കും. അപ്പോൾ ആര്യടൻ ഷൗക്കത്ത് അലിയുണ്ട്, PV അൻവറുണ്ട്, പിന്നെ സാദിഖ് നടുത്തോടി SDP അവരുടെ കോട്ടയിലുള്ള നേതാവുണ്ട്, പിന്നെ കാഫിറായ സ്വരാജുണ്ട്, പിന്നെയും അല്ലറ ചില്ലറ നേതാക്കന്മാർക്ക് ഇവരൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വരാൻ പോകുന്ന ഈ നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ നോക്കിക്കാണണം. എന്താണ് കാഫിറുകൾക്ക് അവിടെ 65% കോട്ട. നമ്മളെ പ്രിയങ്ക, മറ്റേ പലസ്തീൻ ഹമാസിൻ്റെ നേതാവ് പ്രിയങ്കയൊക്കെ സഞ്ചിട്ട് നടന്ന പ്രിയങ്കയൊക്കെ ഈ വയനാട് ഏരിയയിലൊക്കെ കിടന്ന് കളിച്ചാണ് ജയിച്ചത്. അതുകൊണ്ടാണ് സഞ്ചിട്ട് ലോക്സഭയിൽ പോയത്. അപ്പോൾ ഇവർ നമ്മുടെ സതീശൻ പറയുന്നൊരു കാര്യമുണ്ട്. നോക്കൂ, പാലക്കാട് ഞങ്ങൾ ജയിച്ചില്ലേ, അവിടെ ഒക്കെ ഈ സുഡാപ്പി കേന്ദ്രങ്ങളാണ്. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് കേരള എലക്ഷൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് 2025-26 കേരളം മൊത്തം ഇലക്ഷൻ വരട്ടെ. ഈ സുഡാപ്പി കോട്ടകളിൽ നടക്കുന്ന ഇലക്ഷനിലൊന്നും കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രമായിട്ടോ അവിടുത്തെ തെരഞ്ഞെടുപ്പുകളായിട്ടോ യാതൊരു ബന്ധമില്ല. മിസ്റ്റർ സതീശനായാലും കപട മതേതര അറബിയുടെ പൈസയും വാങ്ങി നടക്കുന്ന മാധ്യമങ്ങളും കപട മതേതരവാദികൾക്കുമുള്ള ഈ ഒരു വലിയ കാഫിറിന് എത്ര വോട്ട് കിട്ടുമെന്നുള്ളത് അത് എടുത്തിൽ നിന്നായാലും നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നിലമ്പൂർ ഇലക്ഷൻ. നമുക്കെല്ലാവർക്കും സസൂക്ഷ്മം നോക്കി കാണാം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.